അസ്സലാമു അലൈക യാ നൂറസ്സബാഹി. ഇനി വറാബിഉഹാ നാലാമത്തേത് മസ്ഹു ബഅളി റഅസിഹി തലയിൽ നിന്ന് അല്പം തടവലാകുന്നു. തലയിൽ നിന്ന് നല്ല ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. മുടി വളർത്തുന്ന ആളുകളൊക്കെ നല്ലോണം ആണും ശ്രദ്ധിക്കണം, പെണ്ണും ശ്രദ്ധിക്കേണ്ടതാ. അതുകൊണ്ട് തലയിൽ നിന്ന് അല്പത്തെ തടവണം എന്നാണ്. തലയുടെ മുടിയിൽ നിന്നോ തൊലിയിൽ നിന്നോ അല്പം മതി, പക്ഷെ അത് തലയുടെ പരിധിയിൽപ്പെട്ടതായിരിക്കണം. തല അടവാറിന് കാൽമ തടവിയാ ശരിയാവൂല. മനസ്സിലാവുണ്ടോ? അപ്പോ പ്രത്യേകിച്ച് മുടി ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഹെയർ സ്റ്റൈലാണല്ലോ വലിയ സ്റ്റൈലുള്ളത്. മനുഷ്യന്മാരെങ്ങനെ രൂപം കോലൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാ, ഇപ്പൊ താടി ഉണ്ടാവും, മുടി ഉണ്ടാവും. പിന്നെ നോക്കിയാൽ നല്ലൊരു വലിയ പെണ്ണാ വിചാരിച്ചു, ഷാറുള്ള. മുന്നും നോക്കിയ ഒരു മനുഷ്യനാ, ആണാണ് വിചാരിച്ചു. രണ്ടോടത്തും ചെരിഞ്ഞു നോക്കിയത് എന്തോ ഒരു ജീവിയാണെന്നും വിചാരിച്ചു. ചെറുക്കന്മാരൊക്കെ അതേണ് ആലോചിച്ചോക്കാ നിങ്ങള്. എന്നിട്ടായി ഡബ്ബറിട്ട് അടക്കുക. 5 വക്ത് നിസ്കരിച്ചാൽ പള്ളിയേക്ക് വരണോലുണ്ട് ഈ ഡബ്ബറിട്ട് കണ്ടു വരണേ. എന്തോ ഒരു കഥയറപ്പേത് ആലോചിച്ചോക്കാ നിങ്ങള്. പറ്റുമോ? ലാനല്ലാഹു എന്നാണ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും ധരിച്ച് അള്ളാഹു ശപിച്ചു. ലാനല്ലാഹു, അള്ളാഹു ശപിച്ചിരിക്കുന്നു. ശാപം കിട്ടിയഞ്ഞ് നന്നാവോ? എവിടെ നന്നാവാനാ? ഓൻ്റെ അവിടുന്ന് പിന്നെ പെണ്ണെട്ടി കൊടുത്തിട്ട് കാര്യമുണ്ട്. നമ്മളവിടേക്ക് നന്നാവാത്തല്ലേ കൊണ്ടുവരണേ. അള്ളാഹു കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് എന്ത് നല്ല ശ്രദ്ധിക്കണം. തലയുടെ അതിർത്തിയിൽ നിന്നായിരിക്കണം. ആ മുടി ഇങ്ങോട്ട് പിടിച്ചാല് ഈ തലന്റെ അതിർത്തിയിൽ നിന്ന് പോരാ. തലന്റെ അതിർത്തി നമ്മൾ നാളെ മുഖം പറഞ്ഞില്ല കൂട്ടരെ, ഓർമ്മല്ലേ? സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം ഇങ്ങോട്ട് മുഖാണെങ്കിൽ അങ്ങോട്ട് തലയാണ്. മനസ്സിലാവണില്ല, അങ്ങോട്ട് തലയാണ്. അപ്പൊ ആ തലയുടെ അതിർത്തിയിലാണ്. അത് ഇങ്ങനെ ബാക്ക് വന്ന് എന്നുണ്ട്. ഈ ചെവിയുടെ ബാക്കൊക്കെ തലയിൽ പെടുത്തുന്നുണ്ട്. എന്നാ അവിടുന്ന് പെരടിക്ക് നിന്ന് പോന്നാൽ കഴിഞ്ഞു, അവിടെ എത്തിയാന്ന്. അപ്പൊ അതും കട്ട് ചെയ്യലില്ല, അവിടുന്ന് ഒന്നിച്ച് തൂക്കിയിടല്ല. അവർ ചോദിച്ചാൽ പറയും അവർക്കുണ്ടായിരുന്നില്ലേ, ഇവർക്കുണ്ടായിരുന്നില്ലേ, മറ്റവർക്കുണ്ടായിരുന്നില്ലേ എന്ന് പറയും. മറ്റവർക്കുള്ള ബാക്കി ക്വാളിറ്റി ഒക്കെ ഉണ്ടോ? ഓരെന്തായാലും ഇഷ സ്കെച്ച് ഉള്ളതുകൊണ്ടാണ് സുബൈ സ്കെച്ചത് ജോ എന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തിട്ടില്ല. ഓരെല്ലാ തിങ്കളും വേഗം നോമ്പോ ഞാൻ കഴിഞ്ഞ റമദാനിക്ക് പറ്റിക്കണ കാര്യം. ഈ ഇതിലൊക്കെ അനുകരണമാണ് എന്നെ. അങ്ങനെയാണ് പോലെ ഒരു മുടി അത്ര ഉണ്ടായിരുന്നു, താടി ഇത്ര വളർത്തിന്നു എന്നൊക്കെ പറയേണ്ട വളർത്തു. ഓല് ചെയ്തതിന് ഒന്നുകൊണ്ട് നടക്കണ്ടോ? ഇല്ല, നടക്കാതെ അത് പറ്റൂല. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഇന്ന് 100 കണക്കിന് മനുഷ്യന്മാരെ കണ്ടുക്കണം ഇങ്ങനെ തൊട്ടിട്ടു. ഈ പൊന്തി നിക്കണം മുടിമേണ്. നമ്മളെ അമ്മമാരെ കൊതുകൊടുത്തിട്ട് ഇങ്ങനെ തടവിന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്. എന്താ അങ്ങനാട്ടിന്റെ അർത്ഥം? അവര് മുടിയുടെ ബാക്കൊക്കെ മടക്കി വെക്കണല്ലേ. അപ്പൊ മടക്കി വെക്കുമ്പോ അതിന്റെ ഉള്ളിൽ കൂടി വിരലിട്ടാ തടവാണേ. അസ്ലു മുടി തട്ടാൻ വേണ്ടിട്ടേ, അല്ലെങ്കിൽ തൊലിമ തട്ടാൻ വേണ്ടിട്ടേ. അപ്പോഴത് ശരിയാവുള്ളൂ. മതി മതി, ശ്രദ്ധിച്ചോളി. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോളി. കണ്ടോ? കന്നസാത്തി കായനെറ്റി നമ്മൾ മുമ്പ് പറഞ്ഞ ചെവിയുടെ പിന്നിലുള്ളതായ ഇത്. ചെവിയുടെ പിന്നെ ചെവി തലയിൽ പെട്ടതാണല്ലോ. ഇവിടെ ഉണ്ടാവുമല്ലോ മേക്കാൻ മുടി ഉണ്ടാവുന്നതിന്റെ കുറച്ച് പുറത്ത്. ബശരിൻ ഔശരിൻ ഫി ഹദ്ദിഹി തലയുടെ അതിർത്തിയിൽപ്പെട്ട മുടിയോ തൊലിയോ തടവണം. വാഹിദത്തിൻ ഒരു മുടിയുടെ ഒരൽപ്പത്തിലാണെങ്കിലും ശരി തടവൽ ശരിയാകും. ആയത്തിൽ പറഞ്ഞെന്താവും? സഹുബിറുസിക്കും, നിങ്ങളെ തല തടവിക്കോളൂ എന്നാണ്. ഒരു മുടിവിൽ തട്ടിയാലും മതി. തൂങ്ങിക്കണ മുടി മൊത്തം തടവി. ചെറുക്കന്മാരെന്താവും വരുമ്പത്തേനെന്താവും പൊതുടുക്കാനേ അങ്ങനെ നിക്കലുണ്ട്. അങ്ങനെ പോകുമ്പോ കുഴപ്പമുണ്ടാവില്ല. ഒന്നൂർക്ക് അങ്ങോട്ട് എടുത്ത് ആദ്യത്തെ അടിക്കട് വരവാ. എന്നിട്ട് എന്താവും? ഇനി ഇത് ബാക്ക് കിട്ട് വെക്ക. ബാക്ക് കിട്ട് മൊത്താണ് ബാക്ക് കിട്ട് കണ്ട് ഡബ്ബർ ഇട്ടേക്കാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടി എന്തായി ഇത് കാര്യ കണ്ടാക്കിയ എന്താ പാട് പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇതിങ്ങനെ ബാക്ക് ഇട്ട് കെട്ടിയല്ലേ അതിന് മുകളിൽ കൂടി ഇങ്ങനെ
ആ മുടി കട്ടാക്കിയാലോ ഇങ്ങോട്ട് ചാടൂലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇവിടെ ആക്കണം അസില് ഇന്നലെ പാകത്തിന് വെച്ചാൽ മതിയല്ലോ. അതാണ് അതിന് പണി ഉണ്ടോ? നിങ്ങൾക്ക് മറിച്ച് അഭിപ്രായം പറയട്ടോ. നമ്മളിപ്പോ ചർച്ചയാണ് ഇപ്പത്, ഇങ്ങനെയും പറയാം ഉണ്ടോ? അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളണം. ഇനി പറയട്ടെ, ഇനിയിപ്പോ നമ്മളിപ്പോ പറഞ്ഞത് ഒരു മുടിയാണെങ്കിലും തൊലിയിലോ മുടിയിലോ തലയുടെ അതിർത്തിപ്പെട്ട സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല, അത് മദീനാണ്. ഇനി ഇതിപ്പോ നിർബന്ധം വീടാനാ. നമ്മളെ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാരെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവമാണ്. എല്ലാരെയും അഡ്ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ കണ്ടോ. ഖാലൽ ബഗ്വിയ്യു റഹിമഹുല്ലാഹ് യംബഗി അല്ലാ യുജ്സിയ അഖല്ലു മിൻ ഖദിൻ നാസിയത്തി. നാസിയത്തിൽ നിന്ന് മോർദാവിൽ നിന്ന് ചുരുങ്ങിയതിനേക്കാൾ ചുരുക്കാൻ പാടില്ല. അതൊരു നാസിയ. നാസിയ നമ്മൾ പറഞ്ഞല്ലോ, ഈ 2 നെറ്റിയുടെ ഭാഗം കൂടി എത്ര മോർദാവ്, അപ്പൊ അത്രയും കുറയാൻ പാടില്ല. അതന്നെ ഇപ്പൊ തലന്റെ 4-1 ഭാഗം എന്നും പറയും കേട്ടോ. കുറയാൻ പാടില്ല എന്ന് ഉള്ളത് ശ്രദ്ധിക്കൽ നിർബന്ധമാണ്. വയ്യമാ ബൈനൻ നസാതൈനി 2 കയനെറ്റുകൾക്കിടയിലുള്ളതാകുന്നു. എന്തേ കാരണം? ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യംസഹ ഖല്ല മിൻഹാ, അതിനേക്കാളും ചുരുങ്ങിയതിനെ തടവിയിട്ടേ ഇല്ല. ചിലപ്പോ തലയിൽ കെട്ടുവെച്ചിട്ടാ വരിക. അപ്പൊ ആ തലക്കെട്ട് കൊണ്ട് കയറ്റിയേക്കും, എന്നിട്ട് എന്താവും ഇങ്ങനെ തടവും, ബാക്കി എന്താവും മനസ്സിലാവുണ്ടോ? എന്നിട്ട് ബാക്കി എന്താവും തമ്മമാലായി മാമത്തിഹി, അവിടുത്തെ തലപ്പാവിന് മേലെ കൂടി അങ്ങോട്ട് പൂർത്തീകരിക്കും. അപ്പൊ എന്താവും മോർദാവ് തടവണം നമ്മളെ. കേട്ടോ. وهو رواية عن أبي حنيفة رضي الله عنه. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അഭിപ്രായം അതാണ്. വൽ മശ്ഹൂർ അൻഹു, അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം വുജൂബു മസ്സിർ റുബഈൻ, തലയുടെ 4/1 തടവണം. ഏത് ഭാഗത്താണുള്ള 4-1 ഭാഗം. അപ്പൊ ഇങ്ങനെ 8 അല്ലേ, ഇപ്പൊ ഒരു ഭാഗം. നമ്മളിപ്പോ നാസിയത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടാവും, വേണം എന്നാണ്. അപ്പൊ ഈ ചുരുങ്ങിയത് ഇൻഷാ അല്ലാഹ് സുന്നത്ത് പറഞ്ഞോടത്ത് നമ്മൾ പറയുന്നുണ്ട്, തല മുഴുവനും തടവണം. എല്ലാവരുടെയും ഖിലാഫിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി ലിൽ ഖുറൂജി മൻ ഔജബ ദാലിക, നിർബന്ധമാക്കിയവരുടെ നിർബന്ധത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. നമ്മളെല്ലാ സുന്നത്തും പൂർണ്ണമായി എടുക്കുകയാണെങ്കിൽ ഒരു ശാഫി മദ്ഹബുകാരൻ പൂർണ്ണമായും വുളു എടുത്ത എല്ലാ മദ്ഹബർക്കും തുടരാൻ പറ്റും. എല്ലാ മദ്ഹബർക്കും തുടരാം. അങ്ങനെയാണ്, മനസ്സിലാവുണ്ടോ? ഒന്നും ഒഴിവുണ്ടാവില്ല. പിന്നെ വഖാമിസുഹാ, 5-മത്തേത് കൂടി പറഞ്ഞു നിർത്താം. 2 കാല് കഴുകലാകുന്നു. ബികുല്ലി കഅബിൻ, ഞെരിയാണി ഉൾപ്പെടെ. കാലുകളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ്ട് മിൻ കുല്ലി റിജ്ലി, എല്ലാ കാലിന്റെയും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ലിൽ ആയത്തി, ആയത്തിൽ എന്താ? ഫൗസിലു ജോക്കും വൈദ്യക്കുമൽ മറാഫിഖ് വംസൗ ബിറൂസിക്കും വഅർജുലക്കും മിനൽ കഅബൈൻ, കഅബൈൻ വരെ കഴുകണം. കഅബൈനാണ് ഞെരിയാണി, മനസ്സിലായില്ലേ? 2 ആണികൾ 2 പുറത്തുള്ള അത് കഴുകണം. അപ്പൊ അതിന്റെ അടിയിലുള്ള ചാലും സൈഡും ഒക്കെ വേണമെന്ന്. വിരലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും. കുറച്ച് വയസ്സൊക്കെ എന്നും ഇങ്ങനെ നീർ നിൽക്കൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആക്കൊന്ന് വിടർത്തി കഴുകന്നെ വേണമെന്ന കേട്ടോ. ഔ മസ്സി ഖുഫൈഹിമാ, അല്ലെങ്കിൽ 2 ഖുഫ്ഫമ തടവ്. അത് ഖുഫ്ഫട്ടോരട്ടോ ബിശുറൂത്തി. ഖുഫ്ഫയുടെ റേഷ്യൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം നമുക്ക്. ഖുഫ്ഫമ തടവ് എന്ന് കുറെ ആൾക്കാർ ഈ സോക്സ് ഇട്ട് കണ്ട ഇമ്മ തടവല. ഖുഫ്ഫയുടെ ഷർത്തോട് കൂടി എന്ന് പറഞ്ഞ എന്താ? ഖുഫ്ഫ എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ പറഞ്ഞില്ല അതിനെ പറ്റി? പറയണല്ലോ. ഫസ്റ്റ് പറയണം അന്ന് അവിടെ പറഞ്ഞപ്പോ. അപ്പൊ ആ സൈസ് ഖുഫയായിരിക്കണം ഉണ്ടാവും. ഇനി നല്ല ശ്രദ്ധിച്ചോളി. ഇപ്പോ കാലിന്റെ സൈഡ് വിണ്ട് പൊട്ടിയവരൊക്കെ ഉണ്ടാവും. കാലിന്റെ സൈഡ് ഇങ്ങനെ പാടത്ത് വെള്ളം പറ്റിയ ഏരിയ ഏകദേശം ഉണ്ടാവും കാലിന് വേണ്ടി. ഒന്ന്, അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാന്നല്ല, എന്നും കാലിന്റെ ബാക്ക് ഭാഗം കട്ടി കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ അങ്ങനെ ശരിക്കും എപ്പോഴും കാറ്റ് സ്പർശിക്കുന്ന സ്ഥലം.
മാത്രമല്ല വെയിറ്റേജ് വരുന്ന സ്ഥലം. അപ്പം എന്താവും, അങ്ങനെ തയമ്പ് പോലെ വന്ന് വരും, മുതുപ്പുണ്ണ് പോലെ. കന്നൂട്ടർ കന്നനല്ലേ, വണ്ടി വലിക്കണ കന്നനൊക്കെ എന്നെ മാതിരി വരും. അപ്പൊ അങ്ങനെ കട്ടിയാവും, കട്ടി കൂടി അങ്ങനെ വിണ്ടുകൊണ്ടിരിക്കും. അതാ പിന്നെ വളരെ എന്താവും, പിന്നെ ഉറച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് പൊട്ടി വരുന്നതാണ്. അത് പൊട്ടി എന്താ ചിലതൊക്കെ ഏകദേശം എന്താവും, കബറായിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടാവും, ചോപ്പി ഇളകിയാൽ. അപ്പൊ അതൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് നനച്ചിട്ട് വരുതി കളയണം. വരുതി ക്രമേണ കളയണം. ഉള്ളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തണുപ്പിലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാ പൊട്ടുകളുടെയും കീറുകളുടെയും വിണ്ട് കീറിയിട്ടുണ്ടാവും, അതൊക്കെ കഴുകൽ നിർബന്ധമാണ്. പൊട്ടുകള് ഓട്ടകളൊക്കെ ഉണ്ടാവും, മനസ്സിലാവുണ്ടോ? എന്തെങ്കിലുമൊക്കെ തറച്ചങ്ങണ്ട് ഒരിടത്ത് ആ ഓട്ട കാണുന്നുണ്ടെങ്കിൽ കഴുകണം എന്നാണ്. ഓട്ട കാണുന്നുണ്ടെങ്കിൽ കഴുകണം എന്നാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. വിള്ളലുകളൊക്കെ നേരെ ഉള്ളു കഴുകണം എന്നാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം, അതൊക്കെ കുറച്ച് തോനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനിങ്ങനെ കുറച്ചൊക്കെ ഇതൊക്കെ തേച്ചിങ്ങനെ ശരിയാക്കി കൊണ്ടുവരുന്ന ക്രമമാണ്. വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യാം, വരച്ചു വരണം. എന്നും കൃത്യമായി ഇങ്ങനെ വെള്ളം നനച്ചിങ്ങനെ നല്ല വരക്കുകയാണ് ഉണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ച് എന്താവും, എല്ലായിടത്തും ടൈല് സ്വഭാവമായി, ടൈല് വരണ്ടാവില്ലോ, അപ്പോൾ വരച്ച് കഴുകൂല. പഴയ കാലത്തൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്നിട്ടേ അങ്ങോട്ട് അലക്കലും കുളിക്കലൊക്കെ കഴിയുമ്പോൾ കയ്യും കാലൊക്കെ എന്താവും, നല്ല വളർത്തിട്ടുണ്ടാവും. അപ്പാട് വരുത്തിയാൽ വേഗമാണ് ശരിയാവും. കട്ടി കുറയല്ലാത്തൊരു മാർഗമില്ല. ഇപ്പൊ അത് വരക്കാൻ വേറെ ബ്രഷൊക്കെ ഉണ്ട്, ബാക്കൊക്കെ വരക്കാൻ ഉണ്ടോ. എനിക്ക് കമ്പി ബ്രഷ് പോലെ പാത്രങ്ങൾ കമ്പിരി വേറെ കമ്പി ഉണ്ട്, ഇട്ട് വരുതല. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യും, സൈഡ് എഫക്റ്റ് ഉണ്ടാവും എപ്പോഴും. കാരണം ഈ പൊട്ടിയോടത്തൊക്കെ ബ്ലഡ് വലിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അത് ഉള്ളിക്ക് തട്ടി അവിടെയൊക്കെ ഈ കമ്പിയുടെ തട്ടി എന്താവും, എന്ത് കമ്പിയെന്നുള്ളാഹു ആയാലും സ്റ്റീലാണെന്നൊന്നും വിചാരിക്കണ്ട. അപ്പൊ അതൊക്കെ എന്താവും, പ്രശ്നം ഉണ്ടാവും. ഇനി പറയട്ടെ. അപ്പൊ ഇനി ഒരാൾ കാലുമ്പോൾ മുള്ളു കുത്തിയിട്ട് ഓട്ടാണ് കാണുന്നുണ്ട്. മുള്ളു ഇങ്ങോട്ട് എടുത്തു നോക്കുമ്പോ ഒരു ഓട്ടം ഉണ്ട്, എന്നാ ഓട്ട കഴുകണം എന്നാ. മുള്ളു തറച്ചു ഒരാളെ കാലിന്മേൽ, അതിന്റെ അല്പം അങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട്, മുഴുവൻ ഉള്ളു കയറി പോയിട്ടില്ല. എന്നാ എന്ത് ചെയ്യണം, അതിനെ പരിക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്, ഈ മുള്ളിന്റെ അപ്പുറ ഭാഗം ഇങ്ങനെ അവിടെ ഉള്ളിലാണല്ലോ, ആ ഉള്ളു കഴുകാൻ പറ്റില്ല. അവിടെ പറിച്ചെടുക്കാൻ വേണമെന്ന്, പുറത്തേക്ക് കുപ്പിച്ചില്ലോ മറ്റോ മറിച്ചോ എന്തെങ്കിലും പറിച്ചെടുക്കണം എന്ന്. എന്നിട്ട് നീ അതിന്റെ ഉൾഭാഗം കഴുകണം. അത് പുറം ഭാഗത്തിന്റെ ഹുക്കുമിലാ പെട്ടിട്ടുള്ളത്. ഇനി പൈനിസ്തറത്ത് അത് ഫുള്ളാണ് മറിഞ്ഞുപോയി, മുള്ളാണ് കുത്തിയിട്ടാണ് കേറിപ്പോയിട്ട് ഓട്ട കണ്ടാണ് കാണാനൊന്നുമില്ല, മുള്ളു കാണുന്നുണ്ട്. കഴുകിയൊക്കെ നോക്കുമ്പോ ഉള്ളിങ്ങനെ കെടുക്കുന്ന കാണുന്നുണ്ട്. പക്ഷെ ഏതേ തറച്ചൊന്നും ഓട്ടൊന്നും കാണുന്നില്ല. എന്നാ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഉള്ളിലായി മറിഞ്ഞു പോയല്ലോ, അങ്ങനെ പോയി. അപ്പൊ എന്ത് ചെയ്തു, ശരിക്കും അതിനുള്ളിലാണ് പാക്ക് ചെയ്തു. പുറത്തേക്ക് ഓട്ടൊന്നുമില്ല. പുറത്തേക്ക് ഓട്ടം നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ, പറിച്ചെടുക്കൽ നിർബന്ധം തന്നെയാണ്. അപ്പൊ അത് ഉള്ളിന്റെ അവസ്ഥയിൽപ്പെട്ടു. അതുകൊണ്ട് സ്വയ്യാകും. അങ്ങനെ തന്നെയാണ് കാവലിൽ കുമിളകളൊക്കെ ഉണ്ടായാല്. ഇപ്പൊ ഈ പിന്നെ ജോലിയൊക്കെ ചെയ്യുമ്പോ ഇവിടെ ഉണ്ടാവും, പൊള്ളൻ പൊന്തു, എന്നിട്ടാണ് പൊട്ടിയിട്ടിങ്ങനെ നിൽക്കും. അതിന്റെ ഉള്ളിൽ ഉണ്ടാവും, പൊട്ടിയിട്ടുണ്ടാവും പക്ഷെ മുഴുവൻ പോയിട്ടുണ്ടാവില്ല. എന്നാ പ്രശ്നമാണ് എന്നാ. കുറച്ച് പൊട്ടി അതിനുള്ളിൽ വെള്ളം കിടക്കും നിൽക്കുക ചെയ്യുമ്പോൾ വെള്ളം ഉള്ളിൽ കയറണില്ലേ, അത് പൊട്ടിച്ചുള്ളിൽ കയറ്റണം. അല്ല അതങ്ങനെ ആണ്, ഇത് കട്ടി ഇങ്ങനെ പൊള്ളച്ച് നിൽക്കണുള്ളൂ, സൈഡൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല, എന്നാ പ്രശ്നമൊന്നുമില്ല. ഒരാളെ കയ്യിലോ കാലിലോ എവിടെങ്കിലും അതിന് ഉള്ളു കഴുകേണ്ടതില്ല. മാലം യതശഖഖ്, അത് പൊട്ടാതിരിക്കുമ്പോൾ. പൊട്ടിയിട്ടില്ല, അങ്ങനെ തുറച്ചിക്കുണ്ട്. പൊട്ടിയാലോന്ന്. അപ്പൊ ഈ തീക്കണലൊക്കെ വീണാലാണ് പ്രശ്നം. അങ്ങനെ പൊള്ളച്ചൊക്കെ ഉണ്ടാവും. ആ പ്രശ്നമൊന്നുമില്ല, അതിന് മുകളിൽ കൂടി കഴിയാണ്. അത് പൊട്ടിക്കിട്ട് പോകുന്ന ആ തൊലി അവിടെ കിടക്കണ്ടാവും, തൊലിന്റെ ഉള്ളിൽ കൂടെ വെള്ളം കാരണം. അപ്പൊ അത് കട്ട് ചെയ്ത് കളയണം.
അതിന്റെ ഉള്ളു കഴുകണം. മാലം അത് കൂടാതിരിക്കുമ്പോൾ. മുറിയണ്ണ ഉണങ്ങിക്കണ്, അത് ഒട്ടി ശരിയായിക്കണ്. എന്നാ പിന്നെ എന്ത് ചെയ്യണ്ട, പിച്ച് പൊളിച്ച് ഓട്ടാക്കി വീണ്ടും കഴുകൊന്നും വേണ്ട. അങ്ങനെ മുറി ഉണങ്ങുവോ? ആ പൊള്ളിയ മുറിവല്ലേ, മുറിവിന് നനക്കാൻ പറ്റില്ല എന്നല്ല, ആ ഉക്കുമല്ല പറയണേ. ആ അപ്പൊ പൊള്ളങ്ങനെ കെട്ടീണ്, എന്നാല് ആ നിക്കണേ പ്രശ്നമില്ല. നേരെ പൊട്ടി ചോർന്ന് വയ്ക്കണം. അപ്പൊ ഇങ്ങനെ തോലി ഇങ്ങനെ ആടണുണ്ട്, നനക്കണേ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കൊള്ളാവുക തന്നെ വേണം. നനക്കണേ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായി, മറ്റേ മുറിവിന്റെ അവസ്ഥയിൽ പെട്ടു. അപ്പൊ പിന്നെ മുറിവിന്റെ ഒപ്പിലേക്ക് പോയി. ആ മുറിവ് കെട്ടുമ്പോ ശുദ്ധിയോട് കൂടെയാണ് അതിന്റെ ഉള്ളൊക്കെ നനച്ച് കഴുകിയിട്ട് കെട്ടി. പിന്നെ ഇനി എന്ത് ചെയ്യാ, തൈമം ചെയ്താൽ മതി. എന്നിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ തൈമന്റെ അവയലത്തിലായതുകൊണ്ട് കഴിഞ്ഞിട്ട് മടക്കി നിസ്കരിക്കുകയും വേണം. അങ്ങനുണ്ട്. കാലിലാകുമ്പോ പിന്നെ ആ പ്രശ്നമില്ല. കാൽ തൈമമിന്റെ അവയവല്ലല്ലോ, അതുകൊണ്ട് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇനി ശ്രദ്ധിച്ചോളി, ഈ മുടിയൊക്കെ എന്താവും, സ്വന്തം കെട്ട് വീഴും. മുടികളൊക്കെ സ്വന്തം കെട്ട് വീഴും. നിർത്തല്ലേ, അതുകൂടി പറഞ്ഞു നിർത്താം. സ്വന്തം കെട്ട് വീഴാറിനാല് ഇങ്ങനെ ആരെയും കെട്ടിയിട്ടാ പറ്റില്ല. മുടി ഇങ്ങനെ പിടിച്ചു നോക്കി ഇങ്ങനെ കെട്ടുകൾ ഉണ്ടാവും ചില ആളുകൾക്ക്. അങ്ങനെ സ്വന്തം കെട്ട് വീണാണെങ്കിൽ അതിൻ്റെ കെട്ടിൻ്റെ ഉള്ളിൽ കഴുകൊന്നും വേണ്ട. അതാ ദക്കറൂഫിൽ ഗുസ്ലി, കുളിയെ കുറിച്ച് പറഞ്ഞോടത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, അന്നഹു യുഴ്ഫാൻ ബാത്തിനി ഉഖദിശായിരി, മുടിയുടെ കെട്ടിന്റെ ഉള്ളുകൾ നനയേണ്ടതില്ല, പൊറുക്കപ്പെടും എന്നാണ്. കെട്ടുവീണ് ഐ ഇതന്നെ അക്കഥ സ്വന്തം കെട്ടിയതാണെങ്കിൽ. അപ്പൊ ഒരാൾ പിടിച്ച് കാണും ഇങ്ങനെ എന്തായി കെട്ടിട്ട് വെക്ക, പറ്റൂല, ഓൻ കെട്ടിട്ടല്ലേ. എനിക്ക് കുരുത്തക്കേട് കയറി ഉണ്ടോ. പിന്നെ ഈ മുടികൾ സ്വന്തം കെട്ട് വീഴുന്നതിനോട് ചേർക്കപ്പെട്ടു തൊബ്ബൂഴിനെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ടാവും. പറ്റുപേൻ എന്ന് പറയും. പറ്റുപേനാണ് സാധനം. ഈ മൃഗങ്ങളെ മേലൊക്കെ ഉണ്ടാവും ഒരു ചെറിയ പൊട്ടൊട്ടമായിട്ട് സാധനം. ഇവിടെ ഈ സൈഡിൽ കയ്യും കാലും ഉണ്ടാവും, ചെള്ള് എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും, പറ്റുപേൻ. ചില ആളുകളുടെ ശരീരത്തിലുണ്ടാവും. അതാണ് പറ്റി പിടിച്ച് കിടന്നാ പിന്നെ അവിടുന്നില്ല, തോണ്ടിയാലും വലിച്ചാലും ഒന്നും കിട്ടൂല. കോയിപ്പേന് അങ്ങനെ പറ്റി പിടിച്ചു കിടക്കും അല്ലേ. പിന്നെന്താവും, ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കും ചെയ്യും. വെള്ളം തട്ടിയാൽ നീച്ചു പോയി. ഈ സാധനം നീ എന്താണ് ചെയ്താലും പോകില്ല, അത് പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതാണ് കിടന്നിട്ട് എന്താ ഏകദേശം മാംസത്തിന്റെ കളറുമായിട്ടുണ്ടോ അറിയില്ല. ഇനി ആരെങ്കിലുമൊക്കെ നീ അടിയിൽ നിന്ന് ബാക്കിൽ നിന്നിട്ട് പൊന്തിച്ചു കൊടുത്തോ, ഒന്ന് പൊന്തി അതേമാതിരിയാണ് അമർന്ന് കിടക്കും ചെയ്യും പിടിച്ചിട്ട്. അപ്പൊ അങ്ങനെ പറ്റി പിടിച്ച് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെന്ന് വെക്ക. ഇവനെ എത്ര ഇച്ചിട്ട് പോയി തരിക, എവിടെ ഇച്ചിട്ടാ തരിക. അങ്ങനെ പരീക്ഷിക്കപ്പെട്ട സാധാരണ ഒന്ന് രണ്ടെണ്ണം കയറിയാതെ കാര്യമല്ല. പരീക്ഷിക്കപ്പെട്ട ആളാണ് ഈ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അല്ലസ്കബൂലി ഷായരി, ഓന്റെ മുടിയുടെ ഉള്ളിനോട് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് കിടന്നു. അതിന്റെ അടിയിലേക്ക് വെള്ളം ചേരൂല. ഇപ്പം ചിലപ്പോ നീച്ചു പോയി വെള്ളം മാറുന്നാല് അരിച്ചെന്നേ ഉള്ളൂ. അതിനെ നീക്കാൻ അവനോട്ട് കഴിഞ്ഞല്ലേ. എത്ര ചിലരോട് ചില പെറുക്കിടുക. അങ്ങനെ പരീക്ഷിക്കപ്പെട്ടാല് ചില മേലൊക്കെ അങ്ങനെ ഉണ്ടായാലുണ്ട്. ഈ അപൂർവമായിട്ട് ഒന്ന് കയറി മൃഗങ്ങളൊക്കെ വളർത്തുന്ന ആളുകളാണെങ്കിൽ ഉണ്ടാവും. അത് ശരീരത്തിൽ കയറി എന്താവും, അതിന്റെ അടയാളം ഇങ്ങനെ വ്യക്തമാവും. ഇങ്ങനെ എന്താവും, വംശലിങ്ങനെ വരും, ഛർദ്ദിക്കാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ തോന്നും. അപ്പൊ തപ്പിയൊക്കെ തെരഞ്ഞു നോക്കി ശരീരത്തിൽ എവിടെയെങ്കിലും പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും. മൃഗം വളർത്തുന്നവർക്ക് അങ്ങനെയാണ് മനസ്സിലാവും. താരൻ മൃഗല്ല, തൊലിയല്ലേ. തൊലി ഇതേമാതിരി തന്നെ ഒട്ടി വേർട്ടിക്കേണ്ടി വെള്ളം ചേർക്കണം. പിന്നെ ഇബ്നു ഹജർ തങ്ങളുടെ ഉസ്താദ് ശൈഖ് സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ് വ്യക്തമാക്കി, അതിനോട് അതിനോട് ചേർക്കപ്പെടൂല. ബൽ അലൈഹി തയമ്മുമോ, ഈ പറ്റുപേനുള്ള ആളുകളൊക്കെ തയമ്മും ചെയ്യണം. ലാക്കിൻ ഖാലത്തിൽ മീദു ശൈഖുനാ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞു, വല്ലദി യത്തജു അല്ലഫു ലിദ്ദറൂറ,
പ്രയാസം ഉണ്ടായതുകൊണ്ട് അതിനൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. കുളിക്കുമ്പോഴൊന്നും അവിടെ വെള്ളം തട്ടൂലെന്ന്. മനുഷ്യന്മാരിപ്പോൾ ഇതോടെ പറ്റി പിടിച്ച് കിടക്കണമെന്ന് കാണൂലല്ലോ.